പിണറായി വിജയനെക്കുറിച്ച് നാം പല വാഴ്ത്തുപാട്ടുകളും കേട്ടിട്ടുണ്ട്. പണ്ട് കാരണഭൂതൻ, സൂര്യൻ, അങ്ങനെ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവസാനം വരുന്നത് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ്. പിണറായി വിജയൻ കത്തിയെരിയുന്ന സൂര്യനാണ്. അങ്ങനെ സൂര്യനും ചന്ദ്രനും കാരണഭൂതനുമെല്ലാമായ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ആരാണ്? ശരിയാ, കത്തിയെരിയുന്ന സൂര്യൻ എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ ONVയുടെ ഒരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങി. ആ എരിഞ്ഞടങ്ങൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നിലവിട്ട രീതിയിലാണ് കാര്യങ്ങളുടെ എല്ലാം പോകുന്നത്. ഗവർണർമാരെ വിളിച്ച് സർക്കാർ നടത്തുന്നു. ആഘോഷം നടത്തുന്നതിനിടയിൽ തന്നെ തലസ്ഥാന നഗരിയിൽ കോളറ വന്നിട്ട് ശുചിത്വമില്ലായ്മയുടെ പ്രതീകമായിട്ടുള്ള ഒരു രോഗം വന്ന് ആൾ മരിക്കുന്നു. ഏറ്റവും പോഷായിട്ടുള്ള കവടിയാർ ഏരിയയിൽ ഇതൊന്നും മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു അന്ധകാലം ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. അത് ആഘോഷകാലമാക്കി മാറ്റുകയാണ് CPM. അതെന്തായാലും ആയിക്കോട്ടെ. KK രാഗേഷ്, അദ്ദേഹത്തിനെ പറ്റി കർണൻ എന്നാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കർണന്മാരിങ്ങനെയുള്ള സ്തുതിപാഠങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് അറിയപ്പെട്ടിട്ടില്ല. അന്തസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്തുതി വാക്കുകളൊന്നും അദ്ദേഹം ഒരു പോസ്റ്റിനും കുറിക്കുകയില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരന് അതീതമാണ് അങ്ങനെയുള്ള സ്തുതിവാക്യങ്ങൾ. കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇന്ദിരാഗാന്ധിയുടെ സ്തുതിപാഠകനായിട്ട് നിന്നുകൊണ്ട് അന്നത്തെ ദേശീയ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള ബറുവ അസംകാരനാണ്. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന മട്ടിലാണ് ഇപ്പോൾ KK രാഗേഷ് മാത്രമല്ല അതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് വീണ ജോർജ് പറഞ്ഞത് സാറിന് ഓർമ്മ കാണും, ക്യാപ്റ്റൻ ആടി ഉലയുകയില്ല ഈ കപ്പൽ. ഇന്നൊക്കെ സ്തുതിവാക്യം നാണമില്ലേ, തൊലിക്കട്ടി ആവശ്യത്തിലധികം ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. അതുപോലെ തന്നെ ഈ IAS മോശമല്ല. ദിവ്യ IS അയ്യർ പറയുകയാണ് കർണനാണ്. ഈ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിനെ പറ്റി ഇന്ത്യയുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രേഖപ്പെടുത്തി വെക്കേണ്ടി വരുമല്ലേ? കപ്പിത്താൻ, ക്യാപ്റ്റൻ, കാരണഭൂതൻ, സൂര്യൻ, എന്തെല്ലാം വാഴ്ത്തു പാട്ടുകളാണ്. ഈ ദിവ്യ IS അയ്യർക്ക് ഇത് പറയേണ്ട കാര്യമുണ്ടോ? അവരുടെ ഭർത്താവ് ഒരു മുൻ കോൺഗ്രസ് MLA ആയതുകൊണ്ട് പറയുകയല്ലേ, കോൺഗ്രസ്സുകാരനായതുകൊണ്ടും പറയുകയല്ല. പക്ഷേ സിവിൽ സർവീസിന് അതിൻ്റേതായിട്ടൊക്കെ ഒരു ഡീസൻസി ഉണ്ട്. ഡീസൻസി ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുക. അന്തസ്സുണ്ട്. ആ അന്തസ്സ് കളഞ്ഞു കുളിച്ചിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കർണനാകാം, ദുര്യോധനാകാം, അർജുനനാകാം, ഭീമസേനാകാം, എന്തുമായിക്കോട്ടെ, അത് ഉള്ളിലങ്ങ് വെച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞ് അവഹേളിതരാകിയിട്ടുണ്ടോ? ഒരു നിലയും വിലയും ഒക്കെ വേണ്ടേ? IASകാരുടെ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുകയാണ്. അന്തസ് പാലിക്കേണ്ടേ? ഒരു പ്രൂഡൻസ് എന്ന് പറയുന്ന കാര്യം അവരുടെ അതിലെ ഇവരെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മുസൂറിയിലും ഒക്കെ പഠിപ്പിക്കുന്നത് എനിക്കറിയാൻ വയ്യ. സാധാരണ ഒരു ക്ലാർക്ക് പോലും പറയാൻ മടിക്കുന്ന അത്ര സ്തുതിവാചകങ്ങളിലേക്കൊക്കെ ഇവർ പോകുമ്പോൾ അത് തന്നെ KK രാഗേഷ് എന്ന് പറയുന്ന ഒരു പറയാൻ പറ്റില്ല. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിലോ? പബ്ലിസിറ്റി അല്ല, ഇത് ഉപകാര സ്മരണാർത്ഥം പിണറായി വിജയൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി പറയുന്ന വാഴ്ത്തുപാട്ടുകളാണ്, ചാറ്റുപാട്ടുകളാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എരിയുന്ന കനൽ എന്നൊക്കെ ഒരു കാരണഭൂതൻ എന്ന് മറ്റൊരു പ്രയോഗം. ഇന്നെല്ലാം പ്രയോഗങ്ങൾ മലയാള സാഹിത്യത്തിലെ വാക്കുകളൊക്കെ നിരർത്ഥകമായിട്ട് അസ്ഥാനത്ത് പ്രയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് ചരിത്രം പരിശോധിച്ചാൽ പോലും ഇത്തരം വാക്കുകളോ ഇത്തരം പ്രവൃത്തികളോ നമുക്ക് കാണാൻ കഴിയില്ല. EMS തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായിട്ടുള്ള EMSനെ പറ്റി ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. AKG ജീവിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യൻ ആ മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടി സമരം ചെയ്ത് ജീവിച്ച മനുഷ്യനെ കുറിച്ച് ഒറ്റയാളും ഇങ്ങനെയൊന്നും വാഴ്ത്തി പാടിയിട്ടില്ല. KR ഗൗരിയമ്മയെക്കുറിച്ച് പാടിയിട്ടുണ്ടോ? TV തോമസിനെ കുറിച്ച്, ആദ്യമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവന്ന MN ഗോവിന്ദൻ നായരെക്കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഹർകിഷൻ സൂർജിത്തിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? BT രണദേവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അതുപോലെ എത്രയല്ല സുന്ദരയ്യയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? എത്രയോ മഹാന്മാരായ നേതാക്കളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ പാർട്ടിയിൽ അങ്ങനെ മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഇത് പടുത്തുയർത്തിയ സഖാവ് കൃഷ്ണപിള്ളയെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ സ്തുതിവാക്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? കാരണം അങ്ങനെ അവർ പോലും അനുവദിക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് വിരുദ്ധനാണ്. ഇപ്പോൾ നോക്കൂ, ഒരു പൊതുവേദിയിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി ആലങ്കാരികമായിട്ടുള്ള വാഴ്ത്തലുകൾ പറഞ്ഞപ്പോൾ ഈ പരിപാടിയൊന്നും ഇവിടെ വേണ്ട എന്ന് പരസ്യമായിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു.
എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകർ ഇങ്ങനെ അറപ്പുളവാക്കുന്ന നോസിയേറ്റിംഗ് ആയിട്ടുള്ള ഛർദ്ദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അത് ഇഴകീറി പരിശോധിച്ചു കഴിഞ്ഞാൽ എണ്ണമറ്റ പോരാട്ടങ്ങൾ നടത്തിയ പിണറായി വിജയൻ്റെ ജീവിതം ത്യാഗപൂർണ്ണമാണെന്ന്. ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമാണ് ത്യാഗപൂർണ്ണമല്ലാത്ത? അടിയും ഇടയും കൊള്ളാതെ. കോട്ടാത്തല സുരേന്ദ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ രാകേഷ്? കോട്ടാത്തല സുരേന്ദ്രൻ നിങ്ങൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഏതെങ്കിലും പാർട്ടി കോൺഗ്രസ്സിൽ ഓർക്കാറുണ്ടോ? ശൂരനാട്ട് അന്ന് അവിടെ കുറേ പോലീസുകാർ മരിച്ചു. അവിടെ ഏറ്റുമുട്ടലിൽ മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി, അവർക്ക് മീൻ പിടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ കുറേ പേര് പോലീസുകാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് TK നാരായണപിള്ളയാണ് മുഖ്യമന്ത്രി. ഇനി ശൂരനാടെന്നൊരു നാട് ഈ കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ വേട്ടയാടി. കോട്ടാത്തല സുരേന്ദ്രനും മറ്റും ഒളിവിൽ പോയി. പരുവം നോക്കി അവിടുത്തെ സ്ത്രീകളെ, പ്രായമായവരെ എല്ലാം അന്ന് പഹൽഗാമിൽ നടത്തിയതുപോലെ ഭീകരമായ വേട്ടയ്ക്കിരയാക്കി TK നാരായണപിള്ളയുടെ പോലീസ്. അന്ന് കോട്ടത്തല സുരേന്ദ്രൻ സുരക്ഷിതമായിട്ട് ഒളിച്ചിരുന്ന മാളത്തിൽ നിന്ന് പുറത്തു വന്നടാ, കൊന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലുന്നെങ്കിൽ എന്നെ കൊല്ലടാ, എൻ്റെ വീട്ടുകാരെ, നാട്ടുകാരെ വെറുതെ വിടടാ എന്നു പറഞ്ഞ് പോലീസിന് പിടികൊടുത്ത അത്തര ധീരന്മാരായിട്ടുള്ള സഖാക്കളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പാർട്ടിയിലിരുന്നു കൊണ്ടാണ് അധികാരത്തിൻ്റെ ലോലുപതയിൽ അതിൻ്റെ ശീതളിമ ആവോളം അനുഭവിക്കുന്ന 40 കാരവൻ പോലെ 40 വണ്ടികളുടെ അകമ്പൊടിയോടുകൂടി യാത്ര ചെയ്യുന്ന കഴിഞ്ഞ വാർഷികത്തിന് കാരവനിൽ യാത്ര ചെയ്ത സിനിമാടന്മാരൊക്കെ ചായുന്ന ആഡംബര വസ്തുവായിട്ടുള്ള ആഡംബര വണ്ടിയിൽ യാത്ര ചെയ്ത, കാരവനിൽ യാത്ര ചെയ്ത പാർട്ടിക്ക് 2 ഓഫീസുകൾ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു നേതാവിൻ്റെ കാര്യം ഇങ്ങനെ വായ്ത്താരികളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താണ്? കത്തിയെരിയുന്ന സൂര്യൻ. കത്തിക്കരിയുന്ന സൂര്യനാണ് വാസ്തവത്തിൽ. എന്ത് കത്തിയെരിയുന്ന സൂര്യൻ? വെളിച്ചം എവിടെയാണ് വെളിച്ചം? കേരളത്തിൽ അഴിമതി കേസുകളുടെ കറ പറ്റി നിൽക്കുകയല്ലേ അദ്ദേഹം? കുടുംബത്തിന് വരെ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട്. യുക്തമായിട്ടൊരു മറുപടിയില്ല. സാറ് പറയും പോലെ കുടുംബത്തിന് വെളിച്ചം ലഭിക്കുന്നുണ്ട്. അതെ, കുടുംബത്തിന് വെളിച്ചം ശരിയാണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ ശരിയാവുന്നുണ്ട്, കാലിത്തൊഴുത്ത് ശരിയാവുന്നുണ്ട്. ഇപ്പോൾ ഗവർണർമാരുടെ ഒരു ഡിന്നർ അവിടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എല്ലാം ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. കേരളത്തിൽ കോളറ വന്ന ആളുകൾ മരിക്കുന്നു. പ്രസവ ചികിത്സ വീട്ടിൽ തന്നെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ മരിക്കുന്നു. അതുപോലെ തന്നെ ഗുണ്ടകളുടെ ആക്രമണമായിട്ട് ആളുകൾ പിടയുന്നു. ആദിവാസികൾ മരിക്കപ്പെടുന്നു. ആനകളുടെ ചവിട്ടും കുത്തുമേറ്റ ആദിവാസികൾ മരിക്കുന്നു. ലഹരി മാഫിയകൾ സിനിമയിൽ തകർത്താടുന്നു. അവർക്ക് സുഖമായിട്ട് ജാമ്യം ലഭിക്കുന്നു. പാവപ്പെട്ടവർ സബ് ജയിലിൽ കിടന്ന് നരകിക്കുന്നു. കൊടിസുനികൾക്ക് നിരന്തരമായ പരോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജയിലിന് പുറത്ത് സുഖവാസം, അകത്തും പുറത്തും സുഖവാസം സാധ്യമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിന് എന്തു വാർഷികം ആഘോഷിക്കാനാണ് നിങ്ങളിതിനു വേണ്ടി വിനിയോഗിക്കുന്ന ഈ 130 കോടി നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് കെട്ടുറപ്പുള്ള വീട് ഉണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രമാത്രം. അതുപോലെ കണക്കഴിച്ച് ദേശീയമായിട്ടുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ തൊഴിൽ ഇല്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള നേട്ടങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിട്ട ഒരാളിനെ പറയുകയാണ് സഹജീവികൾക്കായിട്ട് കത്തിയെരിയുന്ന സൂര്യൻ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ശ്രീമതിക്കായിട്ട് കത്തിയെരിയുന്നത് നമ്മൾ കണ്ടല്ലോ. നിങ്ങൾ ഈ മീറ്റിങ്ങിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കടക്കൂ പുറത്തെന്ന് പറഞ്ഞതുകൊണ്ട്. എന്ത് കത്തിയേരിയലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നാണമില്ലേ ഇത്മാതിരി വായ്ത്താരികളും പുകഴ്ത്തലുകളും പറയാൻ? നാട്ടുകാർ കേൾക്കുമെന്നുള്ള ഓർമ്മയെങ്കിലും ഉണ്ടാവണ്ടേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.